ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അണ്ടർടൈസ് മീഡിയ. ഇറ്റ്സ് മീ കിച്ചു. അപ്പോൾ ഞാനില്ലേ, എനിക്കൊരു ശീലമുണ്ട്. എല്ലാ ദിവസവും ഒരേ റൊട്ടീൻ തന്നെ ചെയ്യുമ്പോൾ എനിക്ക് ബോറടിക്കും. അപ്പോൾ ഞാൻ പുതിയതായിട്ട് എന്തെങ്കിലും പഠിച്ചാലോ എന്ന് പറഞ്ഞ് യൂട്യൂബ് നോക്കി കണ്ട് എന്തെങ്കിലും ഒരു സാധനം പഠിക്കും, എന്നിട്ട് അതുണ്ടാക്കും. അത് കുറച്ചങ്ങ് ഉണ്ടാക്കി അത്യാവശ്യം ഉണ്ടാക്കാനുള്ള മെത്തേഡൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ അത് ബോറടിക്കും. അപ്പോൾ അടുത്തത് പഠിക്കും. അങ്ങനെ ഒരു നേച്ചറാണ് എൻ്റെ. ഇങ്ങനെ ക്യാരക്ടറുള്ളവർ ഒന്ന് കമൻറ്റ് ബിലോ ഗൈസ്. കുറേ നാൾ ഒരേ സാധനം തന്നെ ഉണ്ടാക്കി കഴിയുമ്പോൾ ബോറടിക്കും. കുറേ നാൾ ഓർണമെൻറ്റ്സ് ആയിരുന്നു, പിന്നെ കുറേ നാൾ ക്രാഫ്റ്റ്, ആർട്ട്, ഇതിലെല്ലാം കടന്നുപോയി. ഇപ്പോൾ ഒന്നുമില്ല ഗൈസ്, വെറുതെ ഇരിപ്പ്, സമയമില്ല. അപ്പോൾ ഇപ്പോൾ വെക്കേഷനാണല്ലോ. വെക്കേഷൻ സമയത്ത് എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തുടങ്ങിയതാണ് ഈ ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂ. ആദ്യമൊക്കെ ഇച്ചിരി പാടായിരുന്നു, ഇപ്പോൾ തറകേടില്ല. യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. എന്നാലും യൂട്യൂബിൽ കാണുന്ന പോലെ തേപ്പൂട്ടിയെന്നല്ല, ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് കൂടെ കൊണ്ടുപോരാൻ പറ്റുന്ന സാധനം ഹെയർ സ്ട്രെയിറ്റ്നറാണ്. അപ്പോൾ ഹെയറിൻ്റെ സ്ട്രെയിറ്റ്നർ കറണ്ടിൽ കുത്തിയിട്ട് അതിനകത്താണ് ഞാൻ ഈ പൂവെല്ലാം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു രസം. പിന്നെ ഇത് ഇങ്ങനെ തിക്കായിട്ട് കെട്ടാൻ എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. പിന്നെ യൂട്യൂബ് നോക്കി ഞാനൊരു ഐഡിയ കണ്ടുപിടിച്ചു. അങ്ങനെ ഇപ്പോൾ ഏതാണ്ട് ഏറെക്കുറെ, എന്നാലും പെർഫെക്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഏതാണ്ട് ഏറെക്കുറെയൊക്കെ സെറ്റാക്കി എടുത്തു. പിന്നെ ഇതിന് മണം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുല്ലപ്പൂവിൻ്റെ സ്പ്രേ ചെയ്താൽ മതി, അപ്പോൾ ഇതിന് നല്ല മണവും കിട്ടും. ഓക്കെ, അപ്പോൾ എന്നെ പോലെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ ഗൈസ്. ടാറ്റാ.